നമസ്കാരം. വിഷ്ണുമായ സ്വാമി യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹൈന്ദവ വിശ്വാസത്തിൽ ജ്യോതിഷത്തിൽ വലിയ പ്രാധാന്യമാണ് ഉള്ളത്. വ്യക്തികളുടെ ജനനം തൊട്ട് പല സംഭവങ്ങൾക്കും മരണം വരെയും ജ്യോതിഷപ്രകാരം ഗണിച്ച് കണ്ടെത്താനാവുന്നതാണ് അല്ലേ. ജനന സമയം, ജനന നക്ഷത്രം, ഗ്രഹനില, രാശിക്കൂറ് എന്നിവയുടെ അടിസ്ഥാനത്തിലാണ് ജാതകം ഉണ്ടാവുന്നത്. അതിനാൽ തന്നെ ഗ്രഹങ്ങൾ, രാശികൾ, നക്ഷത്രങ്ങൾ എന്നിവ ജ്യോതിഷത്തിൽ വളരെയധികം പ്രാധാന്യം. ജ്യോതിഷപ്രകാരം ഗ്രഹങ്ങൾ 9 എണ്ണമാണ് ഉള്ളത്. സൂര്യൻ, ചന്ദ്രൻ, ചൊവ്വ, ബുധൻ, വ്യാഴം, ശുക്രൻ, ശനി, രാഹു, കേതു എന്നിങ്ങനെയാണ് നവഗ്രഹങ്ങളെ പട്ടികപ്പെടുത്തിയിരിക്കുന്നത്. ഇതിൽ 7 ഗ്രഹങ്ങൾ ഭൗതികമായി നിലവിലുള്ളതാണ്. രാഹുവും കേതും ജ്യോതിഷപരമായ സങ്കല്പങ്ങളാണെന്നാണ് പറയുന്നത്. രാശികൾ 12 എണ്ണമാണ് ഉള്ളത്. മേടം, മീനം, ഇടവം, മിഥുനം, കർക്കിടകം, ചിങ്ങം, കന്നി, തുലാം, വൃശ്ചികം, ധനു, മകരം, കുംഭം എന്നിങ്ങനെയാണ് 12 രാശികൾ. അതിൽ അശ്വതി, ഭരണി, കാർത്തിക, രോഹിണി, മകീരം, തിരുവാതിര, പുണർതം, പൂയം, ആയില്യം, മകം, പൂരം, ഉത്രം, അത്തം, ചിത്തിര, ചോതി, വിശാഖം, അനിഴം, തൃക്കേട്ട, മൂലം, പൂരാടം, ഉത്രാടം, തിരുവോണം, അവിട്ടം, ചതയം, പൊരുരട്ടാതി, ഉത്തരട്ടാതി, രേവതി എങ്ങനെ എല്ലാ ഗ്രഹങ്ങളും നിശ്ചിത സമയത്ത് രാശികളിലെയും നക്ഷത്രങ്ങളിലേക്ക് മാറി മാറി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് ജ്യോതിഷത്തിൽ പറയുന്നത്. ഈ പ്രക്രിയയാണ് സംക്രമണം എന്ന് പറയുന്നത്. ഗ്രഹസംക്രമണം എല്ലാ വ്യക്തികളെയും ബാധിക്കുമെങ്കിലും വ്യത്യസ്ത തരത്തിലായിരിക്കും. ഈ രാശികളെ ഗ്രഹസംക്രമണത്തിന് ചില രാശികൾക്ക് ഗുണമായിരിക്കും ചെയ്യുന്നത്, എന്നാൽ മറ്റു ചില രാശികൾക്ക് വിപരീത ഫലങ്ങളായിരിക്കും സമ്മാനിക്കുന്നത്. ഗ്രഹങ്ങളുടെ രാശിമാറ്റത്തിനിടെ ഏകാദശി പോലുള്ള ജ്യോതിഷമായ സംഭവങ്ങളൊക്കെ അരങ്ങേറുണ്ട്. ഹൈന്ദവ വിശ്വാസ പ്രകാരം ഇത് കഠിനമായ വ്രതാനുഷ്ഠാനങ്ങൾ ഒന്നാണ് ഏകാദശി. വർഷത്തിൽ ആകെ 24 ഏകാദശികളാണ് ഉള്ളത്. അവയിൽ ഏറ്റവും ശ്രേഷ്ഠമായി കണക്കാക്കുന്നത് നിർജ്ജല ഏകാദശിയാണ്. ജലപാനം പോലും ചെയ്യാതെ അനുഷ്ഠിക്കുന്ന ഈ വ്രതം ഭക്തർക്ക് അളവുറ്റ പുണ്യവും മോക്ഷവും പ്രദാനം ചെയ്യുന്നു. ഈ വർഷം ജൂൺ 25-ന് നിർജ്ജല ഏകാദശി വ്രതം ആചരിക്കുന്നത്. ഇത്തവണ നിർജ്ജല ഏകാദശിക്കൊപ്പം ജ്യോതിഷയിലെ പ്രധാനപ്പെട്ട രാജയോഗമായ ലക്ഷ്മി നാരായണ രാജയോഗം കൂടി രൂപം കൊള്ളുന്നു. ബുധനും ശുക്രനും ഒരേ രാശിയിൽ ഒന്നിച്ചു ചേരുമ്പോഴാണ് ലക്ഷ്മി നാരായണ യോഗം രൂപപ്പെടുന്നത്. കർക്കിടകം രാശിയിലാണ് ബുധന്റെയും ശുക്രന്റെയും കൂടിച്ചേരൽ നടക്കുന്നത്. ബുധൻ ബുദ്ധിയെയും അറിവിനെയും പ്രദാനം ചെയ്യുന്ന ഗ്രഹവുമാണ്. ശുക്രനാകട്ടെ സമ്പത്ത്, ഐശ്വര്യം, സമൃദ്ധി ഒക്കെ. ഇതിൻ്റെ യോഗമുള്ള നക്ഷത്രങ്ങൾ ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. ഇടവം രാശി. ഇടവം രാശിക്കാർക്ക് നിർജ്ജല ഏകാദശിയും ലക്ഷ്മി നാരായണ യോഗവും അനുകൂലമായിരിക്കും. ഏറെ നാളുകളായി തടസ്സപ്പെട്ടിരുന്ന ഗൃഹനിർമ്മാണങ്ങളൊക്കെ വേഗത്തിൽ പൂർത്തിയാക്കാനുള്ള സമയമാണ് ഇപ്പോൾ. വീട് മാറി താമസിക്കാനും അധികം വൈകാതെ തന്നെ പുതിയ വീട്ടിലൊക്കെ താമസം മാറാനും ആഡംബര ജീവിതമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് കേട്ടോ. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നതൊക്കെ പുതിയ പദ്ധതികളിൽ നിന്നും വലിയ ലാഭമുണ്ടാകാനൊക്കെ ഇടവം രാശികൾക്ക് സാധിക്കുന്നതായിരിക്കും. അടുത്തൊരു രാശി കർക്കിടകമാണ്. നിർജ്ജല ഏകാദശിയും ലക്ഷ്മി നാരായണ യോഗവും കർക്കിടകം രാശികർക്ക് ഗുണകരമായിരിക്കും. പല വഴിക്ക് പണം ലഭിക്കുന്നതിലൂടെ സാമ്പത്തിക പ്രയാസങ്ങളൊക്കെ മുക്തി നേടാനും സമൂഹത്തിൽ നിങ്ങൾക്ക് മാന്യതയും പ്രശസ്തിയൊക്കെ വർദ്ധിക്കാനും സാമ്പത്തിക സ്ഥിതി കൂടാനും കുടുംബത്തിൽ സന്തോഷ അന്തരീക്ഷം ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യതകൾ ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ. എല്ലാവർക്കും സകലവിധ ഐശ്വര്യവും സമ്പത്തും എല്ലാം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.